ആദൗ വിജിത്യ വിഷയാൻ മദമോഹരാഗ ദേശാദി ശത്രുഗണമാഹൃദയോഗരാജ്യ ജ്ഞാപ്താമൃതം സമനുഭൂയ പരാത്മവിദ്യ കാന്താസുഖം മനഗൃഹേ വിചരന്തി ധന്യ. നമസ്കാരം. സനാതനധർമ്മ സംഹിതയിലെ ശകലങ്ങൾ, വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, ശങ്കരാചാര്യരുടെ ധന്യാഷ്ടകം എന്ന 10 ശ്ലോകങ്ങളിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ശരിക്കും 8 ശ്ലോകമാണ് അഷ്ടകം എന്ന് പറയുന്നത്. ഈ 10 ശ്ലോകം കാണുന്നുണ്ട് ഗ്രന്ഥങ്ങളിൽ. അതിലത്തെ രണ്ടാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഇതിലെന്താണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നതെങ്കിൽ, ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഗൃഹസ്ഥന്മാർ സാധാരണക്കാർ, സന്യാസി ബ്രഹ്മചാരി ഇവർ കുറേ ശ്രേഷ്ഠർ, അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്ന് നമുക്ക് ഈ ശ്ലോകം പറഞ്ഞു തരുന്നു. ഇതിപ്രകാരം ധർമാനുഷ്ഠാനം ചെയ്ത് ഈശ്വരസ്മരണയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഒരു ഗൃഹസ്ഥൻ ധന്യന്മാരാണ്, ധന്യരാണ്. ഒരിക്കലും സന്യാസിയേക്കാളോ ബ്രഹ്മചാരിയേക്കാളോ താഴെയല്ല. അതായത് പ്രധാനമായിട്ട് പല ധർമ്മങ്ങളും വിസ്തരിച്ച് പറയുന്നുണ്ട് ഗൃഹസ്ഥന്. അതിൽ പൊതുവേ പറയുന്ന ഒന്നാണ് ഈ പഞ്ചയജ്ഞങ്ങൾ. നരയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം. ഈ 5 എണ്ണം ഒരു ഗൃഹസ്ഥൻ ചെയ്തിരിക്കണം എന്നാണ്. നരയജ്ഞം മനുഷ്യന് ഭക്ഷണം കൊടുക്കൽ, കയറി വന്ന അതിഥിയെ ഈശ്വരനായിട്ട് വിചാരിച്ച് അതിഥി ദേവോ ഭവ, ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അവസരവും ഗൃഹസ്ഥൻ പാഴാക്കരുത് എന്നാണ്. നരയജ്ഞം എന്ന് പറയും അതിന്. ഭൂതയജ്ഞം ജീവജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുക. കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നവരുണ്ട്, സ്ഥിരമായിട്ട് 2 ചട്ടുകം ഫ്രഷായിട്ടുള്ള ചോറ് കേട്ടോ. ഇച്ചിരി കൊടുത്താൽ അത് യജ്ഞാവില്ല, പാടില്ല. ആണ് ഭൂതയജ്ഞം. ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ. ഋഷിയജ്ഞം പുരാണം വായിക്കൽ. പക്ഷേങ്കിലും ഭാഗവതോ ഗീതയോ 2 അധ്യായങ്ങളിൽ ഒരു വീട്ടിൽ വായിച്ചാൽ അത് ഋഷിയജ്ഞം. ആ ഋഷിമാരോടുള്ള നമ്മുടെ കടം വീട്ടുകയാണ് എന്നാണ്. അത് ചെയ്തിരിക്കണം ഗൃഹസ്ഥൻ. ദേവയജ്ഞം വഴിപാടുകൾ, ക്ഷേത്ര ദേവ വിഷയത്തിലുള്ള ചെലവ് എന്ന് പറയാം വേണമെങ്കിൽ. എന്തെങ്കിലുമൊക്കെ വഴിപാട് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമോ ഭഗവത് സേവോ അഗ്നിഹോത്രമൊക്കെ കഴിക്കണമെന്നാണ് പണ്ട് പറയുക. ഈശ്വര കാര്യങ്ങൾ, ചെലവ്, അധ്വാനം, ഇത് രണ്ടും നമ്മൾ ചെയ്യണം ഈശ്വര വിഷയത്തിൽ. അതിനെയാണ് ദേവയജ്ഞം. പിതൃയജ്ഞം മരിച്ചവർക്ക് ശ്രാദ്ധം ഇട്ടുക, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കുക, നമ്മുടെ കുട്ടികളെയും നോക്കുക. ഇതും കൂടി അതിൽ പെടും. കാരണം നമ്മൾ പിതാക്കളാണ്. പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ അതും കൂടി വരുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഈ 5 യജ്ഞം വേണ്ട പോലെ അനുഷ്ഠിച്ചിട്ട് എന്ത് ചെയ്യണം? മോഹം, രാഗം, ദ്വേഷം, മതം ഇവ ജയിക്കും വേണം. ഉദാഹരണം, ഇപ്പോൾ പുത്രനെ കാട്ടിലേക്ക് അയച്ചിട്ട് ദശരഥൻ അത്യധികം ദുഃഖിച്ച് ആ ദുഃഖം തന്നെ മരണകാരണമായി. അത്രമാത്രമുള്ള ഒരവസ്ഥ മാടപ്രാവിൻ്റെ കഥയിൽ ഭാഗവത്തിലെ ഏകാശത്തിൽ പറയുന്നുണ്ട്. കുട്ടികൾ വയലയിൽ പെട്ട് വേണമെന്ന് വിചാരിച്ച് അതിൽ ചാടി മരിച്ച മാടപ്രാവിൻ്റെ കഥ. അപ്പം അങ്ങനെയാകുമ്പോൾ ആ പ്രാവും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം വേണ്ടേ? വേണമല്ലോ. അതിനല്ലേ വിശേഷബുദ്ധി തന്ന 2 കാലിൽ നടക്കുന്ന ജന്തുക്കളായിട്ട് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ പുത്രന്മാരോട് സ്നേഹം വേണം, അവരെ നോക്കണം, കടപ്പാട്, അതൊക്കെ ശരിയാണ്, ഭാര്യയെ സ്നേഹിക്കണം. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇതൊക്കെ അവസാനം വരെ നിൽക്കുക എന്നത് നമ്മുടെ കയ്യിലല്ല. പലപ്പോഴും അവരെ നമ്മളെ വിട്ടുപോകും, നമ്മളൊക്കെ ചിലപ്പോൾ അവരെ വിട്ടുപോകേണ്ടി വരും. ഇതിൽ സമനില പാലിച്ച് നമ്മൾ ജനിക്കുമ്പോൾ ഇവരില്ല, പിന്നെ വന്നതാണ്. അപ്പോൾ അത് നമ്മളോട് കൂടെ ഉള്ളതല്ല. ആ ഒരു ബോധത്തോടു കൂടിയിട്ട് ഉള്ളപ്പോൾ സ്നേഹിക്കുക, സന്തോഷിക്കുക ചെയ്യാൻ, നഷ്ടപ്പെട്ട മാറത്തടിക്കണ്ട, അത് വേണ്ട. അതൊരു വിചാരശീലനായിട്ടുള്ള മനുഷ്യന് യോജിച്ചതല്ല. അതിന് ഉദാഹരണം ഉണ്ടോ ഇതൊക്കെ പറയാനല്ലേ പറ്റുമെന്ന് ചോദിച്ചാൽ, മഹർഷി രാമദാസ് ഒരിക്കലും എന്തോ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് അന്ന് ഫോണൊന്നുമില്ല, ടെലഗ്രാമാണ്. ഒരു കമ്പി കിട്ടിയിട്ട് അത് പെട്ടെന്ന് നോക്കി മടിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗം തുടർന്നു. കഴിഞ്ഞപ്പോൾ എന്താ കമ്പി വെച്ച് മകൻ മരിച്ചതാണ്. യാതൊരു ചഞ്ചലിപ്പും കൂടാതെ അദ്ദേഹം പറഞ്ഞു, മകൻ മരിച്ചതാ കമ്പി.
നമ്മളാണെങ്കിൽ എന്തൊക്കെ ചെയ്യും, ബോധം കെട്ട് വീഴുക, അല്ലെങ്കിൽ പ്രസംഗം അവിടെ നിർത്തും. അപ്പം അദ്ദേഹത്തിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ വിചാരിക്കരുത്. ഇയാളൊരു മനുഷ്യനാണോ? പിന്നെ ഈ പ്രാവിനെ പോലെ മരിക്കുന്നവരാണോ മനുഷ്യന്മാർ? രണ്ടുമല്ല. വാസ്തവത്തിൽ ഇദ്ദേഹം തന്നെയാണ് യഥാർത്ഥ മനുഷ്യൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം സ്നേഹിച്ചിരുന്നു. നഷ്ടപ്പെട്ടിട്ട് ഇനി ആരെയും സ്നേഹിക്കാനാ? അത് വിചാരിച്ചിട്ട് തൻ്റെ ജീവിതം മുഴുവൻ വ്യർത്ഥമാക്കി കളഞ്ഞിട്ടോ, ആത്മഹത്യ ചെയ്തിട്ടോ, അല്ലെങ്കിൽ മാനസിക സമനില തെറ്റിയിട്ടോ വല്ല കാര്യമുണ്ടോ? മരിച്ച ആൾ തിരിച്ചു വരുമോ? അതല്ലേ വിവേകം. അപ്പം ഈ ഒരു തത്വം മനസ്സിലാക്കി ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ഗൃഹസ്ഥൻ ഈശ്വരനെ നല്ലപോലെ ഭജിച്ച് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ആ കുട്ടി മരിച്ചതുകൊണ്ടാണ് പൂന്താനം ഇത്ര പ്രസിദ്ധമായത്. അതുവരെ അദ്ദേഹം എത്ര വലിയ പ്രസിദ്ധനായിരുന്നില്ല എന്നാണ്. അപ്പോൾ മനസ്സിലായി, യഥാർത്ഥത്തിൽ നമ്മളോടൊപ്പമുള്ള ഉണ്ണി ഭഗവാൻ മാത്രമാണ്. ആ കുട്ടിയുടെ മരണമാണ് വാസ്തവത്തിൽ ആ ഒരു അറിവ് അദ്ദേഹത്തിന് നൽകിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ഒരാളെ പോലെ ജീവിച്ച് മരിച്ചിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, കഥകളുണ്ട്. അപ്പോൾ ആ ഒരു മോഹം, ആ ഒരു സ്നേഹം നമുക്ക് ശത്രുവായി മാറാൻ പാടില്ല. ആ പരിധി വരെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. അതുവരെ സ്നേഹിക്കലാവും ചെയ്യാൻ വേണം ഇനി. അപ്പം അത് മനസ്സിലാക്കി സ്നേഹിക്കണം. അതാണ് മോഹം. രാഗം എന്നാണ് ഇതിന് മൊത്തത്തിൽ പേര്, രാഗമാണ് സ്നേഹം. അതേപോലെ തന്നെ മതം, അഹങ്കാരം. എന്തെങ്കിലും നന്മ ഉണ്ടാവുന്ന സമയത്ത് അഹങ്കരിക്കാതിരിക്കുക. വല്ലാതെ മോഹം വേണ്ട. അത് ഈ രാഗത്തിൻ്റെ വേറൊരു ഭാഗമാണ് മോഹം. പണത്തിനെ സ്നേഹിക്കുന്നു, വേറൊന്നിനെ സ്നേഹിക്കുന്നു, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ വേണം എന്നൊരു വല്ലാതെ മോഹിക്കുക. കണ്ടില്ലേ, മക്കളായി ജീവിക്കുന്നു, മക്കളെ മരുമക്കളെ പേരക്കുട്ടികളെ, അതാണല്ലേ ജീവിതം. ധനം ധാരാളം വേണം, ഇതൊക്കെ തന്നെ. അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിത? അവിടെ മോഹമാണ് നമ്മളെ അലട്ടുന്നത്. അല്ലെങ്കിലും ജീവിതമൊക്കെ ഉണ്ട്. വിവേകാനന്ദ സ്വാമികൾ പ്രസിദ്ധരായ വിവാഹം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ല, ഭാര്യയില്ല, മക്കളില്ല, വീടില്ല. ശങ്കരാചാര്യർക്ക് അതുണ്ടോ? ഇന്നും അദ്ദേഹത്തെ. അപ്പോൾ അതൊക്കെ ഇല്ലെങ്കിൽ എന്ത് ജീവിതം എന്ന് വിചാരിക്കരുത്. ഉണ്ടെങ്കിൽ അനുഭവിക്കാം, ഇല്ലെങ്കിലോ പോട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനത്തെ മോഹം, ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ട്, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിലോ ഇല്ലാത്ത പോലെ കഴിയാനുള്ള ഒരു മനോഭാവം, അതിനാണ് മോഹം കുറയ്ക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ദ്വേഷം, ഈ രാഗത്തിൻ്റെ വേറൊരു എതിർവശമാണ് ദ്വേഷം. ഒരാളോട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആജീവനാന്തം ഇനി അയാളോട് ഞാൻ മിണ്ടില്ല, ഇവിടെ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം, അത് വെച്ച് നടക്കുക. അത് തീർക്കാനുള്ള അവസരം കിട്ടിയാൽ ബെസ്റ്റ് അത് തീർക്കാൻ ശ്രമിക്കണം. താൽക്കാലികമൊക്കെ തോന്നും, ജീവിതമാണ്. പക്ഷെ പിന്നീട് സാരില്ല, പോട്ടെ, ഞാനതൊക്കെ അന്നേ മറന്നു എന്നുള്ള ഒരു നിലയിലെത്താൻ സാധിക്കുന്നവർ ഈ ദ്വേഷം ഇല്ലാത്തവർ. അതാണ് ഇവിടെ മതം, മോഹം, രാഗം, ദ്വേഷം ഇവയെ ത്യജിച്ച് നാശരഹിതമായിട്ടുള്ള ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് പരമാത്മവിദ്യയാകുന്ന ആ അറിവ് അനുഭവിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹിക്കുന്നതായ ഭാര്യാമക്കളോടുകൂടി കഴിയുന്ന ഗൃഹസ്ഥനാണ് പുണ്യവാന്മാർ. ഏത് ഗൃഹസ്ഥനും കൂടെ വിശേഷം ചേർത്തിട്ടുണ്ട് കേട്ടോ. അധ്യാത്മഗൃഹസ്ഥന്മാരാണ് പുണ്യവാന്മാർ. അപ്പോൾ ഗൃഹസ്ഥന്മാരല്ല, അധ്യാത്മഗൃഹസ്ഥന്മാർ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഗൃഹസ്ഥ ആശ്രമികൾ പുണ്യവാന്മാരാണ്, ഗൃഹസ്ഥർ പുണ്യവാന്മാരല്ല. ഗൃഹസ്ഥർ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് അനുഭവിക്കുന്നവരെന്നേ ഉള്ളൂ. ഒരു ചിന്തയും ഈശ്വരനെക്കുറിച്ച് ചെയ്യാത്തവരാ ഗൃഹസ്ഥന്മാർ. ഗൃഹസ്ഥൻ എന്നല്ല പറയേണ്ടത്, ഗൃഹസ്ഥ ആശ്രമികൾ എന്ന് പറഞ്ഞാൽ ശരിയായി. അധ്യാത്മഗൃഹസ്ഥന്മാർ ഇവിടെ ഉപയോഗിച്ച വാക്ക് അതും ശരിയാണ്. ആത്മീയം നല്ലപോലെ സമന്വയിപ്പിച്ചിട്ടുള്ള, ആ നല്ലപോലെ എന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല, നല്ലപോലെ സമന്വയിപ്പിച്ച് പഞ്ചയജ്ഞങ്ങൾ അതൊക്കെ 2 നേരം വിളക്ക് കൊളുത്തുക, കർക്കിടമാസം ശിവോതിക്ക് വെക്കൽ മുതലായിട്ടുള്ളത് അനുഷ്ഠിക്കുക, രാമായണ പാരായണം, സ്വാധ്യായം, ഗീതാപാരായണം, സൂര്യ നമസ്കാരം, ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ധാരാളമായിട്ട് ചെയ്യുക. ഒരു ഗണപതി ഹോമോ ഭഗവത് സേവ കൊല്ലത്തിലൊരിക്കലൊക്കെ നടത്തുക. ഇങ്ങനെയൊക്കെ ഈശ്വര വിചാരത്തോടു കൂടിയുള്ള അധ്യാത്മഗൃഹസ്ഥന്മാർ എന്ന് പറഞ്ഞിരിക്കണോടെ, വെറും ഗൃഹസ്ഥരല്ല കേട്ടോ. ആ ഗൃഹസ്ഥ ആശ്രമികൾ വളരെ പുണ്യവാന്മാരാണ്. ഗൃഹസ്ഥരല്ല, ഗൃഹസ്ഥ ആശ്രമികൾ എന്ന് പറഞ്ഞാൽ പേര് മാറി. ആത്മീയ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ആശ്രമികൾ. ആശ്രമം എന്ന് പറഞ്ഞാൽ ഈശ്വരകാര്യം അനുഷ്ഠിക്കാനുള്ള സ്ഥാനം എന്നാണല്ലോ.
അപ്പോൾ ഗൃഹസ്ഥമല്ല നമ്മൾ സ്വീകരിക്കുന്നത്, ഗൃഹസ്ഥ ആശ്രമമാണ്. അങ്ങനത്തെ ഗൃഹസ്ഥന്മാർ സന്യാസിമാരെക്കാളും ബ്രഹ്മചാരികാരെക്കാളും ശ്രേഷ്ഠമാണ് എന്നാണ് പറഞ്ഞത്. ഗൃഹസ്ഥന്മാർക്കൊക്കെ മോക്ഷവും പുരോഗതിയും ശ്രേയസ്സും ഉണ്ട് എന്ന് കേട്ടപ്പോൾ നാരദൻ ഒരിക്കലൊരു സംശയം ചോദിച്ചു. അതെന്താ ഭഗവാനെ, അവർക്കൊരു കുറവില്ലാതെ ഞങ്ങളെപ്പോലെ ഈ സന്യാസിമാരെയും ബ്രഹ്മചാരികളിൽ നിന്നും വ്യത്യസ്തത അല്ലാത്ത അവർക്കും കിട്ടുന്നു, പിന്നെ ഇപ്പം ഇതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ ഭഗവാൻ നാരദനോടൊരു പാത്രം നിറച്ച് ഉരുകിയ നെയ്യ് ഇളകിയ തുളുമ്പി പോകുമെന്ന് പറഞ്ഞിട്ട് തലയിൽ വെച്ചിട്ട് കുറേ ദൂരം പോയിട്ട് വരാൻ പറഞ്ഞു. ഇത്ര ദൂരം എന്ന് കണക്കൊക്കെ പറഞ്ഞു. ഇത്ര തുള്ളി നെയ്യ് പുറത്തു പോകരുത് പറഞ്ഞു. നിറച്ചുണ്ടേ. ഒറ്റ ലേശം കളയാതെ നാരദൻ തിരിച്ചു കൊണ്ടുവന്നു. ഇതിലിടയ്ക്ക് അങ്ങ് എത്ര നാമം ചോദിച്ചു. അയ്യോ അത് ഞാൻ മറന്നു കേട്ടോ. ഇതാണ് ഗൃഹസ്ഥൻ്റെ അവസ്ഥ. 100,000 ഭർത്താവിനെ നോക്കണം, കുട്ടികളെ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ ഈശ്വര വിചാരം ചെയ്യണത്. അപ്പം അവൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് പ്രധാനം. കൂട്ടത്തിൽ കഴിയണ സമയം കിട്ടിയ 4 നാമം ജപിക്കുക, സന്ധ്യാനാമം മുതലായിട്ടത് അനുഷ്ഠിക്കുക, അത്രേ അവനെ കൊണ്ട് കഴിയൂ. അപ്പോൾ എത്ര കഴിയുമോ അത്ര ചെയ്യുക. ബാക്കി സമയം വേറെ കാര്യങ്ങൾക്ക് പുറപ്പെടണ്ടേ. കല്യാണത്തിന് നീക്കി വയ്ക്കണം, മരിച്ചതിക്കലേക്ക് പോകാൻ നീക്കി വയ്ക്കണം, സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരണം, കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ നോക്കണം. അപ്പോൾ ഈ വക ധർമ്മങ്ങളുടെ ഇടയിൽ അവൻ കുറച്ച് ചെയ്താലും മതി. കുറച്ചും ചെയ്തില്ലെങ്കിൽ തെറ്റാണ്. ഇതിൽ മുങ്ങിപ്പൊങ്ങിയ തെറ്റാണ്. അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ട് ആ ചെയ്യുന്ന സമയത്തും എന്നെ വിചാരിച്ചാൽ ആ ഗൃഹസ്ഥൻ നാരദ ശ്രേഷ്ഠൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞതായിട്ടൊരു കഥ പറയും. അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഒട്ടും താഴെയല്ല. ബാക്കി 3 ആശ്രമങ്ങൾക്കും അടിസ്ഥാനമാണ് ഗൃഹസ്ഥാശ്രമം. ബ്രഹ്മചാരി, സന്യാസി അവരൊക്കെ വലിയ ശ്രേഷ്ഠന്മാർ. ഗൃഹസ്ഥൻ നമ്മളെപ്പോലെ ഒരുത്തൻ എന്ന് കരുതേണ്ട കാര്യമൊന്നും ഇല്ല. അവിടെ ഇരുന്നിട്ടും ഈശ്വര വിചാരം ചെയ്യുന്ന ഗൃഹസ്ഥൻ ഒട്ടും ബ്രഹ്മചാരിയേക്കാളോ സന്യാസിയേക്കാളോ താഴെയല്ല. ഇത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പം അത് വേണ്ട. പക്ഷെ അവിടെ ഈശ്വര സ്ഥാനമാക്കി മാറ്റണം അവൻ്റെ വീട്. അങ്ങനത്തെ ഗൃഹസ്ഥാശ്രമി ഒട്ടും പിന്നാലെയല്ല എന്ന് പറയണത് ആരാണെന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യ സ്വാമികളാണ്. അദ്ദേഹം വലിയ സന്യാസിയാണ്. അതുകൊണ്ട് ഗൃഹസ്ഥനെ ഒട്ടും താഴ്ത്തിയിട്ടില്ല. ഈശ്വരവിചാരം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗൃഹസ്ഥൻ വളരെയേറെ മോക്ഷവും ഈശ്വരാനുഗ്രഹവും അർഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആദോ വിജിത്യ വിഷയാൻ മദമോഹരാഗ ദേശാദി ശത്രുഗണമാഹൃതയോഗരാജ്യ ജ്ഞാത്വാമൃതം സമനുഭൂയ പരാത്മവിദ്യ കാന്താസുഖം വനഗൃഹേ വിചരന്തി ധന്യ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.